ദൈവ തിരുനാമത്തിനെ മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. എബ്രായ ലേഖനം 7-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. അതിൻ്റെ 7-ാം അധ്യായത്തിൽ മൽക്കീസദേക്കിനെ കുറിച്ചാണ് ഇവിടെ പറയുക. മൽക്കീസദേക്ക് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ നമ്മളിത് നേരത്തെ കണ്ടു. സഹോദരപുത്രനായ ലോത്തിനെ അബ്രാഹാം സംരക്ഷിച്ചുകൊണ്ടുവരുമ്പോൾ അബ്രാഹാമിനെ എതിരേറ്റവനായ ദൈവത്തിൻ്റെ മഹാപുരോഹിതനായ പോലെ അന്ന് ശാലേമിൻ്റെ രാജാവ്, സമാധാനത്തിൻ്റെയും നീതിയുടെയും രാജാവ് അബ്രാഹാമിനെ എതിരേറ്റ്, അപ്പോൾ അബ്രാഹാം അദ്ദേഹത്തിന് ദശാംശം നൽകുകയും അദ്ദേഹം അപ്പവീഞ്ഞുകൾ വെച്ച് അബ്രാഹാമിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഈ മൽക്കീസദേക്ക് യേശുക്രിസ്തുവിൻ്റെ പ്രതീകമായിട്ടാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ അധ്യായത്തിൻ്റെ 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്കത് കാണാം. മൽക്കീസദേക്കിൻ്റെ മഹാപൗരോഹിത്യം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ലേവ്യരുടെ പൗരോഹിത്യത്തേക്കാൾ ശ്രേഷ്ഠമാണ്. കാരണം ലേവ്യരുടെയും ആ പൂർവികനായിരുന്ന അബ്രാഹാം അദ്ദേഹത്തിന് അവിടെ ദശാംശം അവിടെ നൽകുകയാണ്. വലിയവൻ ചെറിയവനെ എന്നതുപോലെ അദ്ദേഹം അബ്രഹാമിനെ അവിടെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഈ ലേവ്യ പൗരോഹിത്യം അത് താൽക്കാലികമാണ്. ഒരു മനുഷ്യൻ ആ പൗരോഹിത്യം സ്വീകരിച്ചാൽ മരിക്കുന്നിടം വരെ അവൻ്റെ പൗരോഹിത്യത്തിന് നിത്യതയുള്ളൂ. അവൻ മരിക്കുന്നതോടുകൂടി ആ പൗരോഹിത്യം അവിടെ സമാപിക്കുകയാണ്. എന്നാൽ മൽക്കീസദേക്കിൻ്റെ പൗരോഹിത്യത്തിൻ്റെ പ്രത്യേകത അത് ദൈവത്തിൻ്റെ ആ വലിയ പൗരോഹിത്യം യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്നതിനാൽ ആ പൗരോഹിത്യത്തിനൊരിക്കലും മരണമില്ല. സാധാരണയായി മരണമുള്ള മനുഷ്യനാണ് ജനങ്ങളിൽ നിന്ന് ദശാംശം വാങ്ങിയിരുന്നത്. ഇവിടെ മരണമില്ലാത്തവനായ മൽക്കീസദേക്ക് മരണമുള്ളവനായ അബ്രാഹാമിൽ നിന്ന് ദശാംശം സ്വീകരിക്കുകയാണ്. അങ്ങനെ ദശാംശം സ്വീകരിച്ചപ്പോൾ ലേവി പോലും അന്ന് മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തുവെന്ന് പൗലോസ് ശ്ലീഹ ഇവിടെ പറയുന്നു. 7-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇതാണ്: ലേവ്യ പുരോഹിതന്മാരുടെ കാര്യത്തിൽ മരണമുള്ള മനുഷ്യരാണ് ദശാംശം വാങ്ങുന്നത്. മൽക്കീസദേക്കിന്റെ കാര്യത്തിലാകട്ടെ ജീവിച്ചിരിക്കുന്നുവെന്ന് സാക്ഷ്യമുള്ളവൻ വാങ്ങുന്നു. ദശാംശം വാങ്ങിയിരുന്ന ലേവി പോലും അബ്രാഹാമിലൂടെ ദശാംശം കൊടുത്തു എന്ന് പറയാം. എന്തെന്നാൽ മൽക്കീസദേക്ക് അബ്രാഹത്തെ കണ്ടുമുട്ടുമ്പോൾ ലേവി അബ്രാഹാമിന്റെ ആ കടിപ്രദേശത്ത് എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീനിൽ ഉണ്ടായിരുന്നെന്ന്, അഥവാ അജാത സന്താനം ആയിരുന്നുവെന്നർത്ഥം. അതായത് അബ്രാഹാം മൽക്കീസദേക്കിനെ മുൻപാകെ ദശാംശം സമർപ്പിച്ചപ്പോൾ അന്ന് അബ്രാഹാമിനെ അനുഗ്രഹിച്ചവനായ ആ മൽക്കീസദേക്കിൻ്റെ അനുഗ്രഹം, അപ്പവീഞ്ഞുകൾ വെച്ചുള്ള ആ അനുഗ്രഹം ലേവിക്കും അത് ലഭിക്കുകയാണ്. അവനും ദശാംശം കൊടുത്തത്. അബ്രാഹാമും ലേവിയും തമ്മിലുള്ള ബന്ധം എന്താണ്? അബ്രാഹാമിൻ്റെ മകൻ ഇസ്ഹാക്ക്, ഇസ്ഹാക്കിൻ്റെ മകൻ യാക്കോബ്. യാക്കോബിൻ്റെ 12 മക്കളിൽ ഒരുവനാണല്ലോ ലേവി എന്ന് പറഞ്ഞാൽ അബ്രാഹാമിൻ്റെ കൊച്ചുമകൻ്റെ മകനാണ് ലേവി എന്ന് പറയുന്നത്. അപ്പം അബ്രാഹാം കൊടുത്ത ആ ദശാംശത്തിൻ്റെ അനുഗ്രഹം ലേവിക്കും ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മളിന്ന് മനസ്സിലാക്കണം. നമ്മളിന്ന്
ദൈവനാമത്തിൽ ഒരു പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ അനുഗ്രഹം നമ്മുടെ കൊച്ചുമക്കളുടെ മക്കൾ വരെ അവരോട് അത് കൊടുക്കുന്നത് അവർ വരെ അനുഗ്രഹം നീണ്ടു നിൽക്കുകയാണ്. കാരണം അബ്രാഹാം മൽക്കിസേദെക്കിനെ എതിരേൽക്കുമ്പോൾ അബ്രാഹാമിൻ്റെ ജീനിൽ ലേവി ഉൾപ്പെട്ടിരുന്നുവെന്നാണ്. ഇവർ തമ്മിലുള്ള ആയുസ് നമ്മൾ കണക്കാക്കുമ്പോൾ ഏകദേശം 140-142 വർഷത്തെ വ്യത്യാസമുണ്ട് അബ്രാഹാമും ലേവിയും തമ്മിൽ. അവരുടെ ആ ജീവിതക്രമം നമ്മൾ പഴയ നിയമത്തിൽ മനസ്സിലാക്കുമ്പോൾ അപ്പോൾ ദൈവസന്നിധിയിൽ നൽകുന്ന ഒന്നിനും പ്രതിഫലം ഇല്ലാതെ പോകുകയില്ല. അതാണ് അപ്പം ആ തലമുറകളൂടെ അനുഗ്രഹിക്കപ്പെടുന്നു എന്നുള്ള വലിയൊരു സത്യം ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനു മുമ്പുള്ള പഴയ നിയമപ്രകാരമുള്ള ആദ്യ കൽപ്പന അതിന് ഉണ്ടാകാൻ കാരണം ആചാര്യന്മാർ മരണം മുഖാന്തരം ശുശ്രൂഷയിൽ എന്നും നിൽക്കാൻ അവർക്ക് കഴിയാത്തത് കൊണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നത് മൂലം യേശുക്രിസ്തുവിൻ്റെ ആ മഹാപൗരോഹിത്യം എന്നും നിലനിൽക്കുന്നതാണ്. പുതിയ നിയമസഭയിലുള്ള പൗരോഹിത്യം പഴയ നിയമത്തിലെ ലേവ്യ പൗരോഹിത്യമല്ല. അത് ലേവ്യ പൗരോഹിത്യം പഴയ നിയമ പൗരോഹിത്യമൊക്കെ മാറ്റപ്പെടുന്നതാണ്. ഇവിടെ നമുക്ക് പൗരോഹിത്യം എന്നും ജീവിക്കുന്നവനായ ക്രിസ്തുവിൻ്റെ ആ മഹാപൗരോഹിത്യത്തോടെ വിശ്വാസികളെല്ലാം പങ്കുവഹിക്കുകയാണ്. അത് പുതിയ നിയമത്തിൽ എല്ലാവരും പുരോഹിതന്മാരാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാ വിശ്വാസികളും പുരോഹിതന്മാരാണ്. കാരണം സ്നാനത്തിലൂടെ യേശുവിൻ്റെ രാജ്യത്വത്തോടും ആ പൗരോഹിത്യത്തോടും ഒക്കെ നമ്മൾ ആ പങ്കുപറ്റുകയാണ്. അത് ആ പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കും. 1 പത്രോസ് 2:9 പത്രോസിക പറയും, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവുമാണ്. അപ്പോൾ ക്രൈസ്തവ സമൂഹത്തിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും പുരോഹിതരാണ്. എന്നാൽ നമ്മളിന്ന് പുരോഹിതന്മാരെന്ന് പറയുന്ന ആരാന്ന് ചോദിച്ചാൽ അവരിൽ നിന്ന് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി പ്രത്യേകം വേർതിരിക്കപ്പെട്ടു. അതിനാണ് ശുശ്രൂഷ പൗരോഹിത്യം എന്ന് പറയും. പൊതുവിലുള്ള പൗരോഹിത്യത്തെ കോസ്മിക് പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയാം. ആഗോള ആ ഒരു പൗരോഹിത്യമാണ്. അതിൽ നിന്ന് മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡ്, ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ നിർവഹിക്കാൻ വേണ്ടി പ്രത്യേകം വേർതിരിക്കുന്നു എന്ന വ്യത്യാസം മാത്രമേ പുതിയ നിയമ പൗരോഹിത്യത്തിന് സ്വീകരിക്കുന്നവർക്ക് ലഭ്യമാകുന്നതാണ്. മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡ് എന്നാണ് അതിന് പറയുന്ന വാക്ക്. ഇനി 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ മശിഹായുടെ പൂർണ്ണമായ ആചാര്യത്വത്തെക്കുറിച്ച് പറയുന്നു. അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് മാത്രമുള്ള ചില പ്രത്യേകതകളെക്കുറിച്ചാണ് പറയുക. 1, താൻ മുഖാന്തരം ദൈവത്തെ സമീപിക്കുന്നവനെ രക്ഷിപ്പാൻ എന്നേക്കും അവന് കഴിവുണ്ട്. പഴയ നിയമ പൗരോഹിത്യം ഇല്ല, പുരോഹിതൻ മരിക്കുന്നിടം വരെ മാത്രമേ അതുള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ പൗരോഹിത്യം മറ്റൊരാളിലേക്ക് അത് കൈമാറ്റപ്പെടുകയാണ്. ഇവിടെ പൗരോഹിത്യം ഒരിക്കലും കൈമാറ്റപ്പെടുന്നില്ല. ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യം ക്രിസ്തുവിൽ തന്നെ എന്നും അവിടെ നിലനിൽക്കുകയാണ്. 2, ഈ പുതിയ നിയമത്തിലെ മഹാപുരോഹിതനായ ക്രിസ്തു എന്നും സ്ഥിതി ചെയ്യുന്നവനും അവൻ പ്രാർത്ഥന അർപ്പിക്കുന്നവനുമാണ്. അവൻ പരിശുദ്ധനും നിഷ്കളങ്കനും പാപമില്ലാത്തവനും ആകാശങ്ങൾക്ക് മീതെ ഉയർന്നവനുമാണ്. 3, അവൻ്റെ പ്രത്യേകത ലേവ്യ പ്രധാനാചാര്യന്മാരെ പോലെ ആദ്യം തനിക്ക് വേണ്ടിയും പിന്നെ ജനത്തിനു വേണ്ടിയും നിത്യവും ബലി അർപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അവൻ ഒറ്റ ബലിയെ അർപ്പിച്ചിട്ടുള്ളൂ, അത് കാൽവറിയിലാണ്. ആ ബലി മാത്രം അത് മതി.
നാലാമതവൻ്റെ പ്രത്യേകത തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒറ്റ പ്രാവശ്യം കൊണ്ട് തൻ്റെ ദൗത്യം താൻ നിർവഹിച്ചു എന്നുള്ളതാണ്. ഹൈന്ദവ ചിന്തയിൽ നമുക്ക് കാണാൻ പറ്റും, അവിടെ ധാരാളം അവതാരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആ അവതാരങ്ങളെക്കുറിച്ച് ഹൈന്ദവ ചിന്തയിൽ പാടുന്നത് ഇങ്ങനെയാണ്: പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അതായത് നല്ലവരെ രക്ഷിപ്പാനും പാപികളെ നശിപ്പിക്കാനും ധർമ്മം ഭൂമിയിൽ സ്ഥാപിക്കുവാനും ഞാൻ യുഗം തോറും ഓരോരുത്തരെ അവതരിപ്പിക്കും എന്ന് പറഞ്ഞാൽ, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു അവതാര മുഖാന്തരം പൂർണ്ണമായ ഒരു സാധ്യമല്ല. എന്നാൽ യേശുക്രിസ്തുവിനുള്ള പ്രത്യേകത ഒറ്റ പ്രാവശ്യം മാത്രമേ കർത്താവിന് മനുഷ്യാവതാരം ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ഇനി മറ്റാരും മനുഷ്യാവതാരം ചെയ്യേണ്ട കാര്യമില്ല. ആ യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലി മുഖാന്തരം മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ സകല പാപങ്ങളും നീക്കപ്പെട്ടു. അപ്പം അതാണ് യേശുക്രിസ്തുവിൻ്റെ ആ മഹാപൗരോഹിത്യത്തിൻ്റെ ആ മനുഷ്യാവതാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങളെക്കാൾ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയും ഇതുതന്നെയാണ്. ഇനി ആരും അവതാരം ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. പുതിയൊരു വലിയ സത്യമാണ് 7-ാം അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പഴയ നിയമ പൗരോഹിത്യവും പുതിയ നിയമ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം തമ്മിലുള്ള ഒരു താരതമ്യം, അതിൻ്റെ വ്യത്യാസം ഇതിവിടെ പൗലോസ്ലീഹ വ്യക്തമാക്കുകയാണ്. നമ്മളൊക്കെ പുതിയ നിയമത്തിലെ മഹാപുരോഹിതനായ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം വന്ന് വീഞ്ഞുകൾ വെച്ച് അനുഗ്രഹിച്ച ആ കർത്താവിൻ്റെ, അതാണ് വിശുദ്ധ കുർബാന, ആ മഹാപൗരോഹിത്യത്തിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുന്ന ആ പങ്കാളികളാണ്. ആ കാൽവറിയിൽ താൻ എന്നേക്കുമായി അർപ്പിച്ച ആ യാഗത്തോട് നമ്മൾ താദാത്മ്യം പ്രാപിക്കലാണ് ഓരോ വിശുദ്ധ കുർബാനയിലും വീഞ്ഞുകൾ സമർപ്പിച്ച് നമ്മൾ അർപ്പിക്കുമ്പോൾ സാധ്യമാവുന്നത്. അതിലൂടെ നമ്മൾ താദാത്മ്യം പ്രാപിക്കുകയാണ്. അപ്പോൾ വളരെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട്, കർത്താവിൻ്റെ രക്ഷാകരമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ അധികം ശ്രദ്ധിച്ച് വായിക്കേണ്ട ഒരു അധ്യായമാണ് ഈ 7-ാം അധ്യായം. ഇനി മുന്നോട്ട് 1-2 അധ്യായങ്ങൾ ഈ യേശുക്രിസ്തുവിൻ്റെ യാഗങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചുമാണ് പൗലോസ്ലീഹ ഇവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എബ്രായർ യഹൂദന്മാർക്ക് പഴയ നിയമയാഗങ്ങളെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ദശാംശത്തെക്കുറിച്ചും ആർക്കാണ് പൗരോഹിത്യം ഉണ്ടായിരുന്നതൊക്കെ വളരെ വ്യക്തമായിട്ടറിയാം. അവരെ പൗലോസ്ലീഹ അവരോട് പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ആ യേശുക്രിസ്തു ആരായിരുന്നു? ആ പുരോഹിതന്മാരെക്കാളൊക്കെ വലിയ മഹാപുരോഹിതനായിരുന്നെന്നും അവൻ്റെ ആ കാൽവറി യാഗത്തിലൂടെയാണ് രക്ഷ സാധ്യമാകുന്നതെന്നും അതുകൊണ്ട് അവനിൽ വിശ്വസിച്ച് ആ യാഗത്തിൻ്റെ പങ്കാളികളായി തീരുവാനും അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ്. നമുക്ക് ലഭിച്ച ഭാഗ്യം, നമ്മൾ ജനിച്ചപ്പോൾ തന്നെ ആ പൗരോഹിത്യത്തിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ സഭയിൽ അംഗങ്ങളായി തീരുവാൻ, ക്രൈസ്തവ സമൂഹത്തിൽ അംഗമായി തീരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ആ മഹാപുരോഹിതനായ ക്രിസ്തുവിൻ്റെ മുൻപാകെ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കുവാൻ നമുക്കിടയായി തീരട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു.